ഹിജ്റ ആസൂത്രണ മികവിൻ്റെ പ്രവാചക പാഠങ്ങൾ. ലേഖനം മുഹമ്മദുൽ ഗസാലി. മുഹമ്മദിൻ്റെ കാര്യത്തിൽ ചില ഉറച്ച തീരുമാനങ്ങളെടുക്കാൻ മക്കയിലെ ത്വാഗൂത്തുകൾ ദാറുന്നദ്വയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. മുഹമ്മദിൻ്റെ കൈകാലുകളിൽ കൂച്ചുവിലങ്ങിട്ട് കാരാഗൃഹത്തിൽ തള്ളുക, ആഹാരം നൽകാം, മരണം വരെ അങ്ങനെ ജയിലിൽ കിടക്കട്ടെ, മക്കയിൽ നിന്ന് നാട് കടത്തുകയാണ് നല്ലതെന്ന് മറ്റു ചിലർ. ഈ രണ്ട് അഭിപ്രായങ്ങളും പ്രയോജനമില്ലെന്ന് കണ്ട് തള്ളപ്പെട്ടു. അബൂജഹൽ പ്രകടിപ്പിച്ച അഭിപ്രായമാണ് സർവർക്കും സ്വീകാര്യമായത്. അബൂജഹൽ: ഓരോ ഖുറൈശി കുടുംബത്തിൽ നിന്ന് ഓരോ കരുത്തുറ്റ യുവാവിനെ തിരഞ്ഞെടുക്കുക, ഓരോ യുവാവിനും വാൾ നൽകുക, എല്ലാവരും വീട് വളഞ്ഞ് പുറത്തിറങ്ങുന്ന മുഹമ്മദിനെ ഒറ്റവെട്ട്, കഥ കഴിയും. കൊല്ലപ്പെട്ടാൽ ഉത്തരവാദിത്തം എല്ലാ ഗോത്രത്തിനുമായിരിക്കും. മുഹമ്മദിൻ്റെ ബനു ഹാഷിം കുടുംബത്തിന് സർവ്വ ഗോത്രങ്ങളോടും പകരം ചോദിക്കാൻ കഴിയില്ല. ദിയാധനമാണ് ഇനി അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശമെങ്കിൽ അത് നമുക്കൊന്നായി നൽകുകയും ചെയ്യാം. തങ്ങളെ അലട്ടിയ സങ്കീർണ പ്രശ്നത്തിന് ഗൂഢാലോചനക്കാർ കണ്ടെത്തിയ പരിഹാരമാണിത്. ഈ ഗൂഢാലോചന ഖുർആൻ തുറന്നുകാട്ടി. നിന്നെ തടവിലാക്കുകയോ വധിച്ചു കളയുകയോ നാടുകടത്തുകയോ ചെയ്യുന്നതിനു വേണ്ടി സത്യവിരോധികൾ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരുന്ന സന്ദർഭവും അനുസ്മരണീയമാകുന്നു. അവർ സ്വന്തം തന്ത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു, അള്ളാഹുവോ അവൻ്റെ തന്ത്രവും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. തന്ത്രം പ്രവർത്തിക്കുന്നവരിൽ ഏറ്റവും സമർത്ഥൻ അള്ളാഹുവാകുന്നു. അൽ അൻഫാൽ 30. ഖുറൈശി കൂട്ടത്തിൻ്റെ തീരുമാനം രഹസ്യയോഗത്തിലായിരുന്നില്ല, ദാറുന്നദ്വയിലെ പൊതുയോഗത്തിലായിരുന്നു. റസൂലി വിവരം അറിയുക സ്വാഭാവികം. മക്കയിൽ തൻ്റെ സ്ഥിതി എന്താകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവർ തീരുമാനം നടപ്പാക്കും. പിന്നെ തൻ്റെ ശരീരം വിഗ്രഹങ്ങൾക്ക് നിവേദ്യമായി സമർപ്പിക്കും. തൻ്റെ അനുചരന്മാരെ യസ്രിബിലേക്ക് പറഞ്ഞയച്ച് തനിക്കിവിടെ മക്കയിൽ തന്നെ കഴിയാമെന്നല്ല മുഹമ്മദ് തീരുമാനിച്ചത്. മുസ്ലിങ്ങൾ യസ്രിബിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ തനിക്കും യസ്രിബിലേക്ക് ഹിജ്റ പോകുന്നതിനുള്ള പദ്ധതിയുടെ ആസൂത്രണത്തിൽ മുഴുകി റസൂൽ. നബി പത്നി ആയിഷയിൽ നിന്ന് ഉർവ ഉദ്ധരിച്ചത് സുഹരി റിപ്പോർട്ട് ചെയ്യുന്നു. മക്കയിലായിരുന്നപ്പോൾ റസൂൽ മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഹിജ്റ പോകുന്ന സ്ഥലം എനിക്കൊരു തിരശീലയിൽ കാണിക്കപ്പെട്ടു. അതായത് യസ്രിബ് 2 കൂറ്റൻ പർവ്വതങ്ങൾക്കിടയിലെ താഴ്വരയാണത്. ഈ കൂറ്റൻ മലകളുടെ അടിവാരങ്ങളിൽ ചെറു കുന്നുകളുമുണ്ട്. ബുഖാരി. റസൂലിൻ്റെ വാക്കുകൾ കേട്ട മുസ്ലിങ്ങൾ യസ്രിബിലേക്ക് പ്രയാണം ആരംഭിച്ചു. ഹബ്ഷ അഥവാ എത്യോപ്യയിലേക്ക് അഭയം തേടി പോയവരും യസ്രിബ് ലക്ഷ്യമാക്കി നീങ്ങി. മക്ക വിട്ട് മദീനയിലേക്ക് പോകാനുറച്ച റസൂലിൻ്റെ ഹൃദയത്തിലും നാവിലും ഒരു പ്രാർത്ഥനാവാചകം വഹിയായി വന്നു. പ്രാർത്ഥിക്കുക, നാഥ, എന്നെ നീ എങ്ങോട്ട് കൊണ്ടുപോയാലും സത്യത്തോടൊപ്പം കൊണ്ടുപോകണമേ. ഇവിടെ നിന്ന് പുറപ്പെടുവിക്കുകയാണെങ്കിലും സത്യത്തോടൊപ്പം പുറപ്പെടുവിക്കണമേ. നിന്നിൽ നിന്നുള്ള ഒരു അധികാര ശക്തിയെ എനിക്ക് തുണയാക്കി തരികയും ചെയ്യണമേ. അൽ ഇസ്രാ 80. പ്രബോധന ജീവിതപാതയിൽ കഠോര പരീക്ഷണങ്ങൾക്ക് വിധേയനായ മുഹമ്മദിനേക്കാൾ അള്ളാഹുവിൻ്റെ സഹായത്തിന് അർഹനും യോഗ്യനുമായ ഒരാളെ നമുക്ക് ചൂണ്ടിക്കാട്ടാനാവില്ല. അതോടൊപ്പം അള്ളാഹുവിൻ്റെ സഹായത്തിന് അർഹനാവുക എന്നതിനർത്ഥം തൻ്റെ കടമയിലും സംവിധാനവും സൗകര്യവും ഒരുക്കുന്നതിലും ഒരു അണുമണിത്തൂക്കമെങ്കിലും വീഴ്ച വരുത്തുക എന്നല്ല. റസൂൽ തൻ്റെ ഹിജ്റയ്ക്ക് കൃത്യവും ഭദ്രവുമായ പദ്ധതി ആവിഷ്കരിച്ചു. ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. വരും പോലെ വരട്ടെ, അപ്പോൾ കാണാം എന്ന നിരുത്തരവാദ സമീപനത്തിന് ആ ജീവിതത്തിൽ ഇടമില്ലായിരുന്നു. ഇങ്ങനെ വേണം വിശ്വാസികൾ തൻ്റെ ദൗത്യം വിജയിക്കാൻ ആവശ്യമായ എല്ലാ ഉപാധികളും പൂർത്തിയാക്കുക. അതിനുശേഷം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, ഭരമേൽപ്പിക്കുക. ദൗത്യം വിജയിപ്പിക്കുന്നത് അള്ളാഹുവാകുന്നു. അവന് മാത്രമേ അത് കഴിയൂ. തനിക്ക് സാധ്യമായ മുന്നൊരുക്കങ്ങളും കർമ്മങ്ങളും എല്ലാം ചെയ്തു തീർത്തിട്ട് പിന്നെയും പരാജയം നേരിട്ടുവെന്നിരിക്കട്ടെ, അതിൻ്റെ പേരിൽ അള്ളാഹു അയാളെ കുറ്റപ്പെടുത്തുകയില്ല. അത്തരം തോൽവികൾ നിയന്ത്രണാതീതമായ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ദൗത്യ വിജയത്തിന് ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം നല്ല നിലയിൽ ചെയ്താൽ അള്ളാഹുവിൻ്റെ സഹായം വരിക തന്നെ ചെയ്യും. അനേക ഫലം കൊയ്യുന്ന വിജയം സംഭവിച്ചേ മതിയാവൂ. കാറ്റിൻ്റെ ഗതിയും തിരയിളക്കവും നന്നായറിയുന്ന സമർത്ഥനായ നാവികന് കപ്പലിനെ ഉദ്ദേശിച്ചതിലും നേരത്തെ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിക്കാൻ കഴിയും. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള നബിയുടെ ഹിജ്റ ഈ വിധമായിരുന്നു. നബി അലിയെയും അബൂബക്കറിനെയും മക്കയിൽ തന്നെ തടഞ്ഞു നിർത്തി. മറ്റുള്ള മുസ്ലിങ്ങൾക്കെല്ലാം മദീനയിലേക്ക് പോകാൻ അനുമതി നൽകി. കൃത്യമായ ആസൂത്രണം. ഹിജ്റയ്ക്ക് അനുവാദം ചോദിച്ച അബൂബക്കറിനോട് റസൂൽ, തിരക്ക് കൂട്ടേണ്ട,
താങ്കൾക്ക് അള്ളാഹു ഒരു കൂട്ടുകാരനെ നിശ്ചയിച്ചു തന്നേക്കാം. തന്നെക്കുറിച്ചാണ് നബിയുടെ സൂചനയെന്ന് അബൂബക്കർ മനസ്സിൽ കുറിച്ചിട്ടു. അരിക്കാവട്ടെ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ ചെയ്തു തീർക്കേണ്ട മറ്റൊരു ചുമതല നബി മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആയിഷയുടെ ഓർമ്മകൾ ഉർവയുമായി പങ്കിട്ടത് ഇബ്നു ഇസ്ഹാഖ് ഉദ്ധരിക്കുന്നു. പകലിൻ്റെ രണ്ടറ്റങ്ങളിൽ രാവിലെയാകാം വൈകിട്ടാകാം റസൂൽ പതിവായി അബൂബക്കറിൻ്റെ വസതിയിൽ വരാറുണ്ട്. ഹിജ്റയ്ക്ക് അനുവാദം നൽകി മക്ക വിട്ടുപോകാൻ അള്ളാഹു നിർദ്ദേശം നൽകിയ ദിവസം പതിവില്ലാത്ത നേരത്ത് നബി വീട്ടിൽ വന്നു. നബിയെ കണ്ട അബൂബക്കർ ആത്മഗതം ചെയ്തു. പുതുതായി എന്തോ സംഭവിച്ചതിനാലായിരിക്കണം നബിയുടെ അസമയത്തുള്ള ഈ വരവ്. നബി വന്നപ്പോൾ അബൂബക്കർ നബിക്ക് കൂടി ഇരിക്കാനായി കട്ടിലിൽ അല്പം നീങ്ങിയിരുന്നു. ഞാനും എൻ്റെ സഹോദരി അസ്മാഉം മാത്രമേ അവിടെയുള്ളൂ. നബി, അവരെ പുറത്തു നിർത്തൂ. അബൂബക്കർ, അതിനെന്താണ് റസൂലെ, അവർ ഇരുവരും എൻ്റെ 2 മക്കളല്ലേ. നബി, മക്ക വിട്ട് ഹിജ്റ പോകാൻ അള്ളാഹു എനിക്ക് അനുമതി തന്നിരിക്കുന്നു. അബൂബക്കർ, റസൂലെ, അപ്പോൾ ആരാണ് അങ്ങയോടൊപ്പം കൂട്ട്? നബി, താങ്കൾ തന്നെ. ആയിഷ പറയുന്നു, സന്തോഷത്താൽ അബൂബക്കർ അന്ന് കരഞ്ഞതുപോലെ ആരെങ്കിലും ആ വിധം കരഞ്ഞതായി ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. പിന്നീട് അബൂബക്കർ പറഞ്ഞു, നബിയെ, ഈ 2 ഒട്ടകങ്ങളെ നമുക്കായി ഞാൻ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അബ്ദുല്ലാഹിബിന് ഉറൈക്കിനെ, അയാൾ അവിശ്വാസിയാണ്, നമുക്ക് വഴി കാണിച്ചു തരാൻ പ്രതിഫലം നൽകി കൂടെ കൂട്ടാം. നബിയുടെ പുറപ്പാടിനെക്കുറിച്ച് അബൂബക്കറും അലിയുമല്ലാതെ മറ്റാരും അറിഞ്ഞില്ല. മക്കയിലെ ജനങ്ങൾ സൂക്ഷിക്കാനായി നബിയെ ഏൽപ്പിച്ച വസ്തുവകകൾ അവർക്ക് തിരിച്ചേൽപ്പിക്കാനുള്ള ചുമതല അലിക്ക് നൽകി. നബിയുടെ സത്യസന്ധതയും വിശ്വസ്തതയും ശരിക്കറിയാവുന്ന മക്കക്കാർ വിലപിടിപ്പുള്ള പല ദ്രവ്യങ്ങളും സൂക്ഷിക്കാൻ നബിയെ ഏൽപ്പിച്ചിരുന്നു. ഇവിടെ ചില വസ്തുതകൾ നമുക്ക് പഠനത്തിന് വിഷയമാകണം. നബി തൻ്റെ യാത്രാരഹസ്യങ്ങൾ മറച്ചുവെച്ചു. വളരെ അടുത്ത ബന്ധമുള്ളവരോട് മാത്രമേ വെളിപ്പെടുത്തിയുള്ളൂ. ഓരോരുത്തർക്കും ഏൽപ്പിക്കപ്പെട്ട ചുമതലകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമാണ് നൽകിയത്. മരുഭൂവഴികളെക്കുറിച്ച് അഭിജ്ഞനെ പ്രതിഫലം നൽകി കൂടെ കൂട്ടി. മുശ്രിക്കായിരുന്നു വഴികാട്ടി. നൈപുണിയും കാര്യപ്രാപ്തിയുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് മാനദണ്ഡം. ഈ ഗുണങ്ങൾ മേളിച്ചാൽ അയാൾ ബഹുദൈവാരാധകനായാൽ പോലും ആ കഴിവുകൾ ഉപയോഗപ്പെടുത്താമെന്നായിരുന്നു നബിയുടെ മതം. ആസൂത്രണത്തിൽ പ്രായോഗികതയ്ക്കും വിശാല കാഴ്ചപ്പാടിനും ഊന്നൽ നൽകിയ നബി തനിക്കുള്ള ഒട്ടകത്തിൻ്റെ വില താൻ നൽകുമെന്ന് ശഠിച്ചു. അബൂബക്കറിൻ്റെ സൗമനസ്യം നന്ദിപൂർവ്വം നബി നിരസിച്ചു. കാരണം ഹിജ്റയ്ക്ക് വേണ്ടിയുള്ള ധനവ്യയം ഉത്സാഹപൂർവ്വം ചെയ്യേണ്ട ഒരുതരം ഇബാദത്താണെന്ന് നബി കരുതി. അത് മറ്റൊരാൾ തനിക്ക് വേണ്ടി ചെയ്താൽ മതിയാവില്ല. പുറപ്പാടിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് നബി അബൂബക്കറുമായി ധാരണയിലെത്തി. തങ്ങേണ്ട ഗുഹ അവർ തിരഞ്ഞെടുത്തു. അന്വേഷകരെ വഴിതെറ്റിക്കാൻ യമനിലേക്ക് പോകുന്ന ദക്ഷിണപാതയാണ് തിരഞ്ഞെടുത്തത്. ഗുഹയിലെ താമസവേളയിൽ തങ്ങളുമായി ബന്ധപ്പെടേണ്ട ആളുകളെ നിർണയിച്ചു. മക്കയിലെ വിവരങ്ങൾ അപ്പോൾ എത്തിച്ചു നൽകാൻ ആട്ടിടയൻ ആമിർ ബിൻ ഫുഹൈറയും അബൂബക്കറിൻ്റെ മകൻ അബ്ദുള്ളയും, ഭക്ഷണമൊരുക്കാനും എത്തിക്കാനും ആയിഷയും അസ്മാഉം. ഓരോരുത്തരുടെയും ചുമതലകൾ നിർണയിച്ചു നൽകി. അനന്തരം റസൂൽ വീട്ടിലേക്ക് മടങ്ങി. തൻ്റെ വീട് വളയാൻ ഖുറൈശികൾ യുവാക്കളെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നബി മനസ്സിലാക്കി. നബിയെ വധിക്കാൻ വിവിധ ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾ ഇരുളിൻ്റെ മറവിൽ നബി വസതി ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങിയിരുന്നു. താൻ ഉപയോഗിക്കുന്ന പുതപ്പ് പുതച്ച് തൻ്റെ കട്ടിലിൽ കിടക്കാൻ നബി അലിയെ ചട്ടം കെട്ടി. രാത്രിയിലെ കൂരിരുട്ടിൽ പാറാവുകാരുടെ അശ്രദ്ധ മുതലെടുത്ത് റസൂൽ തൻ്റെ വീട്ടിൽ നിന്ന് മെല്ലെ പുറത്തു കടന്ന് അബൂബക്കറിൻ്റെ വീട്ടിലെത്തി. വാതിലിൻ്റെ വിടവിലൂടെ അരിച്ചെത്തിയ നേരിയ വെട്ടത്തിൽ ഇരുവരും സൗർ ഗുഹയെ ലക്ഷ്യമാക്കി നീങ്ങി. അന്ത്യപ്രവാചകന്റെ മഹത്തായ ദൗത്യത്തിന് കരുതലും കാവലും നൽകിയ ഗുഹയാണ് സൗർ. ആ സൗകര്യം ഏർപ്പെടുത്തിയവൻ പ്രപഞ്ചനാഥനായ അള്ളാഹു. നവീനമായ സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും സൃഷ്ടാവായ മുഹമ്മദിന് ഒരു വിഘ്നവും വരാതെ സൗർ ഗുഹ സുരക്ഷിത ഗേഹമൊരുക്കി. നിശബ്ദതയുടെയും ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും ഭീതിത നിമിഷങ്ങൾ സൗർ ഗുഹയെ പുണർന്നു. കരുത്തുറ്റ വിശ്വാസത്തിൻ്റെ നിറവെളിച്ചമായിരുന്നു സൗറിൽ. ഫിഖ് സീറ എന്ന കൃതിയിൽ നിന്ന് വിവർത്തനം പി കെ ജമാൽ.